ഒരു നിമിഷത്തെ സോഷ്യൽ മീഡിയ ഹീറോ പരിവേഷത്തിനു വേണ്ടി നിങ്ങൾ നൽകേണ്ടി വരുന്ന വില എത്രയാണെന്നറിയാമോ? വെറുമൊരു ഇൻസ്റ്റാഗ്രാം റീലിനോ ഫേസ്ബുക്ക് വീഡിയോയ്ക്കോ വേണ്ടി കാറിന്റെ വാതിൽ തുറന്നോ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയോ വണ്ടി ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവാസ ജീവിതത്തിന്റെ അവസാനമായിരിക്കും. അബുദാബിയിലെ നിരത്തുകളിൽ ഇനി ഷോ കാണിക്കാൻ ഇറങ്ങുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് മുട്ടിടിക്കുന്ന ശിക്ഷകളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ പിഴയും ആജീവനാന്ത കാലത്തേക്ക് ലൈസൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയും നിങ്ങളെ തേടിയെത്തും. നിയമത്തിന്റെ വലക്കണ്ണികൾ എത്രത്തോളം മുറുകിയിട്ടുണ്ടെന്നും നിങ്ങളുടെ പോക്കറ്റ് ചോരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഡ്രൈവർമാരുടെ അശ്രദ്ധമായ പ്രവണതകൾക്കെതിരെ അബുദാബി പോലീസ് നിയമം ശക്തമാക്കിയിരിക്കുന്നു. റോഡിൽ അനാവശ്യമായ സാഹസങ്ങൾ കാണിക്കുന്നവർക്കും സോഷ്യൽ മീഡിയ വീഡിയോകൾക്കായി നിയമം ലംഘിക്കുന്നവർക്കും കനത്ത പിഴയും ശിക്ഷയും നൽകും. യുഎഇയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള വാഹനം ഓടിക്കുന്നവർക്ക് ഈ പുതിയ കർശന നിയമങ്ങൾ ബാധകമാണ്. റോഡിലൂടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ വാതിലുകൾ തുറക്കുക, സോഷ്യൽ മീഡിയ വീഡിയോകൾക്കായി അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുക, ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇനി മുതൽ ഗുരുതരമായ നിയമലംഘനമായിട്ടാണ് കണക്കാക്കുക. വൈറലാകാൻ വേണ്ടി സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകും. നിയമം ലംഘിക്കുന്നവർക്ക് കർശന ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് ചുരുക്കം. മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചാൽ 2000 ദിർഹം നേരിട്ട് പിഴ ചുമത്തും. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരേ സമയം 23 ബ്ലാക്ക് പോയിന്റുകൾ രേഖപ്പെടുത്തും. യുഎഇ നിയമപ്രകാരം 24 പോയിന്റുകൾ ആയാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും. അതേസമയം നിയമം ലംഘിക്കുന്നവരുടെ വാഹനം 60 ദിവസത്തേക്ക് പോലീസ് കണ്ടുകെട്ടുകയും ചെയ്യും. പിടിച്ചെടുത്ത വാഹനം തിരികെ ലഭിക്കണമെങ്കിൽ വാഹന ഉടമ 50,000 ദിർഹം, അതായത് ഏകദേശം 11 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ കെട്ടിവെക്കേണ്ടി വരും. നേരത്തെ ജനുവരിയിൽ പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് സൈലൻസറുകളിൽ മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുഎഇയിലെ സ്മാർട്ട് റോഡ് സുരക്ഷാ ക്യാമറകളും ട്രാഫിക് ഉദ്യോഗസ്ഥരും ഇത്തരം നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തണമെന്ന ധാരണ ഇനി വേണ്ട. അബുദാബിയിലെ എല്ലായിടവും ഇപ്പോൾ അത്യാധുനിക AI ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ്. വാഹനത്തിനുള്ളിലെ ഡ്രൈവറുടെ ചെറിയ ചലനങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ ശേഷിയുള്ള ഈ സ്മാർട്ട് സംവിധാനങ്ങൾ നിയമലംഘനം നടന്നാൽ ഉടൻ തന്നെ വിവരം കൺട്രോൾ റൂമിലേക്ക് കൈമാറും. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ പോലും പിന്നീട് തെളിവായി സ്വീകരിച്ച് നടപടി പിന്നാലെ എത്തും. അതിനാൽ ക്യാമറ കണ്ണില്ലെന്ന് കരുതി കാട്ടിക്കൂട്ടുന്ന സാഹസങ്ങൾ നിങ്ങളെ വലിയ കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കും. ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയോ തമാശയ്ക്ക് വേണ്ടിയോ കാണിക്കുന്ന അശ്രദ്ധ നിങ്ങളുടെ ലൈസൻസ് എന്നേക്കുമായി നഷ്ടപ്പെടാനും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കാനും ഒക്കെ കാരണമാകും. നിയമങ്ങൾ എന്നും നമ്മളെ നിയന്ത്രിക്കാനല്ല, മറിച്ച് സംരക്ഷിക്കാനാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിൽ സ്വദേശിയെന്നോ വിദേശിയെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല. റോഡിലെ ഓരോ അശ്രദ്ധയും ഒരുപക്ഷെ തിരുത്താൻ കഴിയാത്ത വലിയൊരു അപകടത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ കടക്കണിയിലാക്കുന്ന പിഴയിലോ നയിക്കാം. 11 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പിഴയായി നൽകേണ്ടി വരുന്നത് ഏതൊരു സാധാരണക്കാരന്റെയും സ്വപ്നങ്ങളെ തകർക്കാൻ പോകുന്നതാണ്. ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ യുഎഇയിൽ തുടരുക എന്നത് തന്നെ ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിയമത്തെ ബഹുമാനിക്കുക, സുരക്ഷിതമായി വാഹനം ഓടിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന ബോധം എപ്പോഴും കൂടെ ഉണ്ടാകണം. നമ്മുടെ നാട്ടിലും വൈറലാകാൻ നോക്കി പെരുവഴിയിലാകുന്നവർ ഒരുപാടുണ്ട്. വൈറലാകാൻ നോക്കി സ്വന്തം ജീവനും കൂടെയുള്ളവരുടെ ജീവനും ഒക്കെ അപകടത്തിലാക്കുന്ന നിരവധി വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട്. നിരവധി പേരാണ് അപകടകരമായ രീതിയിൽ വീഡിയോയും റീൽസും എല്ലാം ചിത്രീകരിക്കുന്നത്. ട്രെയിനിന്റെ മുന്നിലും വലിയ കെട്ടിടങ്ങളിൽ തൂങ്ങിക്കിടങ്ങുന്നൊക്കെ റീൽസ് ചിത്രീകരിക്കുന്ന വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പലർക്കും ജീവൻ നഷ്ടപ്പെടുകയും വലിയ പരിക്കുകൾ ഏൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകളും പുറത്തു വന്നതാണ്. പക്ഷേ യുഎഇയിൽ നിയമം കൂടുതൽ കർശനമാക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനം കണ്ടെത്തിയാൽ വലിയൊരു എമൗണ്ട് തന്നെ പിഴയായി നിങ്ങൾ നൽകേണ്ടി വരും. ഒപ്പം നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുകയും ചെയ്യും. ലൈസൻസ് ഇല്ലാതെ യുഎഇയിൽ തുടരുക എന്ന് പറയുന്നത് പലർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒന്നുകൂടിയാണ്. അതുകൊണ്ട് നിയമങ്ങൾ കൃത്യമായി പാലിച്ചും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോവുക. സുരക്ഷിതരായിരിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്.